ഹോസ്റ്റലിലും പി.ജിയിലൊക്കെ താമസിക്കുന്നവർക്ക് വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സാൻഡ്വിച്ച് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വെൽക്കം ടു മൈ ഹോസ്റ്റൽ കുക്കിംഗ് എപ്പിസോഡ്. കുക്കിങ്ങിലോട്ട് കിടക്കുന്നതിന് മുന്നേ എങ്ങനെയുണ്ടെന്ന് പുതിയ ഹെയർ സ്റ്റൈൽ പൊളിയല്ല. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. ആവശ്യമുള്ള സാധനങ്ങൾ ബ്രെഡ്, കക്കിരിക്ക, തക്കാളി. എന്തോ ഒരു ചേർച്ചക്കുറവുണ്ടല്ലോ, നമുക്ക് ചേരുന്ന 2 ബ്രെഡ് എടുക്കാം. അതിനുശേഷം കക്കിരി എടുത്തിട്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞ് സെറ്റാക്കി. കണ്ണൂരിലെ ഈ സാലഡ് കുക്കുംബറിന് കക്കിരിക്ക എന്നാണ് പറയാ. ചില സ്ഥലങ്ങളിൽ ഇതിന് വെള്ളരി എന്ന് പറയില്ലേ, നിങ്ങളുടെ സ്ഥലത്ത് എന്താ പറയാ? പിന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് തന്തൂരി മയോ. ഇത് കുറച്ച് സ്പൈസിയാണ്. പിന്നെ വെറുതെ ബ്രെഡിന്റെ ഇടയിൽ തക്കാളിയൊക്കെ വെച്ച് തിന്നുന്നതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റും കൂടുതൽ തോന്നലുണ്ട്. ഒരു ആവശ്യത്തിന്റെ പുറത്ത് കുറേ എടുത്ത് തേച്ചോണ്ട് തന്നെ രണ്ടാമത്തെ ബ്രെഡിലും അതിൻ്റെ അകത്ത് തോണ്ടി പിന്നെ നമ്മൾ മുറിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ അതിൻ്റെ അങ്ങ് വെക്കുക. ഇതിൻ്റെ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം വെക്കാം. ക്യാരറ്റ് വെക്കാം, ഉള്ളി വെക്കാം. പക്ഷെ എനിക്ക് ഇത് രണ്ടും മാത്രമേ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇത് രണ്ടും മാത്രം വെച്ച് മറ്റേ ബ്രെഡും കൂടി എടുത്ത് അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ സംഭവം റെഡി. ഒന്ന് കട്ടിയാണെങ്കിൽ മര്യാദക്ക് അതിൻ്റെ അകത്തോട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഇനി കുറച്ച് ASMR ആവാം. അത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് അടുത്ത റൗണ്ട് വെച്ച് പോകുന്നു. അപ്പോൾ ഞാൻ ഒരു കപ്പൊക്കെ എടുത്ത് മുറിച്ച്. നിങ്ങൾ കപ്പൊക്കെ തിന്നുന്ന ASMR കേട്ടിട്ടുണ്ടോ? ഇല്ല, പറയണ്ടേ. ഈ കപ്പക്കേനെ കൊണ്ട് നമുക്ക് കുറേ സ്കിൻ കെയർ പരിപാടിയെല്ലാം ചെയ്യാം. പക്ഷെ അതൊന്നും എൻ്റെ വിഷയമല്ല. കാരണം വിശപ്പ് മുഖ്യം ബിഗിലേ.